Hi everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well. And yes, the grand finale reaction is here. The grand finale of Tera Para, the 20th episode. Cannot believe I've finished the second series also from Character. So happy and a little sad also because this is going to be like the last episode. So it's okay. There are many more Character videos that I can react to. But yeah, just whenever there's a finale, it's always mixed feelings for me. I'm excited also and I'm sad also. So yes, this is a very long video. This is almost 37 minutes long. It's gonna be a long reaction. So without delaying this any further, let's get into episode 20th reaction and see where this is headed and how this ends. Alright, here we go. I mean, you guys already know how it ends, but yeah, I'm excited. I'm really excited. All right. Oh, it doesn't end here because the movie is also coming. എന്തെങ്കിലും ഒന്ന് മിണ്ടുവോ? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവൻ ഇരിക്കുകയാണ് ചുരുണ്ടുകൂടി. അല്ല, സത്യം പറ, നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ? ശംഭു ഇല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി നീ കറിയൊന്നും വേണ്ട. എടാ, ഇത് ഇവന്റെ മിസ്റ്റേക്ക് ഒന്നും അല്ല, ഇതവളാ മറ്റവള്. എവള്? എടാ, അശ്വതി അച്ചു. അവളെ പോലെ കുടിക്കുക. ഇത്ര നേരമായിട്ട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നോ? ഇനിയിപ്പോ പെണ്ണ് കേസ്, ജയില്, കോടതി, അടിയിടി, നാട്ടുകാർ ആട്ടം തുപ്പും. എന്റെ അപ്പച്ചനും അമ്മച്ചി ഇങ്ങനെ ചങ്കത്തുവനൊക്കെ എടുക്കുന്നു. ജോർജ്, നീ ടെൻഷൻ അടിക്കല്ലേ? വേണ്ട, ഞാൻ ഇവിടുന്ന് കുലുക്കി അടിക്കാം. അതെ, പത്രത്തിലൊരു കോളം വാർത്ത വന്ന് ഫോട്ടോ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ് തീർന്ന് അവിടെ കാര്യങ്ങളെല്ലാം. പോലീസ് ഇവിടുന്ന് പിടിച്ചോണ്ട് പോകുമ്പോഴേ മറച്ചോണ്ട് പോകാൻ ഒരു നല്ല കർച്ചീഫ് പോലും ഇവിടില്ല. എന്റെ പരമായ സംശയം അവളുടെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടെന്നാ. ഇപ്പൊ വിളി വരും, ബാഗ് നിറയെ കുറച്ച് പൈസയായിട്ട് എവിടെയെങ്കിലും ഒത്തുതീർപ്പിന് ചെല്ലാൻ വേണ്ടിയിട്ട്. എന്തോ എടുക്കും? ഒന്നും എടുക്കാനില്ല. നീ വല്ല കോടീശ്വരനോ വല്ലോ അത് അവളോട് കള്ളം വല്ലതും പറഞ്ഞായിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ലക്ഷറി ലൈഫാന്ന് പറഞ്ഞായിരുന്നു. കുലുക്കിക്കടയൊക്കെ ഒന്ന് പുതുക്കി സെറ്റ് ആക്കാന്ന് വെച്ചപ്പോൾ ഈ അടങ്ങിയത്. കുലുക്കിക്കട എല്ലാം കൂടെ ജയിലോട്ട് കൊണ്ടുവെക്കോ? അവിടെ കുലുക്കിക്കട മാത്രമല്ല, ചപ്പാത്തി കഴിപ്പിക്കാനും പഠിക്കണം. നീ ഇങ്ങോട്ട് ആർക്കടിക്കാൻ കുറെ നേരം തുടങ്ങിയിട്ട്. നീ എന്താ ശരിക്കുന്നേ? അവിടെ ലാപ്ടോപ്പ് ഒന്നും കേട്ടത്തില്ല. മൊബൈൽ ഏറ്റുവോ? ഉണ്ടായിരിക്കാൻ പറയില്ലേ, ഇവന്റെ പള്ള ഞാൻ കത്തിയേക്കും. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ? പ്രൊട്ടക്ഷൻ വേണം. ഇവനും പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ വേണം. പ്രൊട്ടക്ഷനാ? ആദ്യം നമ്മളൊരു വക്കീലിനെ പോയി കണ്ടിട്ട് ഇതെന്താ സംഭവം എന്ന് അറിയണം. വക്കീലൊന്നും കണ്ടിട്ട് കാര്യമില്ല. കിട്ടാൻ പോകുന്ന അടിക്ക് സ്റ്റേ ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആർക്കും ഒരു സീരിയസ്നെസ് ഇല്ല. എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എവിടെ പോടാ ജോർജ്? അടി വരുമ്പോ കൂടെ ആൾക്കാർ വേണ്ട. എന്നാ ഞാനും വരുന്നു. നീ കാരണം ഉണ്ടായ പ്രശ്നമല്ലേ, നീയും വാ. എന്തെടുക്കാൻ പോവ്? ഷർട്ട് ഒന്ന് മാറ്റാൻ. ഷർട്ട് ഒന്നും മാറ്റണ്ട, വേഗം വാ. ഇച്ചിരി പൗഡറെങ്കിലും ഒന്ന് ഒഴിക്കട്ടെ. നിങ്ങളെല്ലാം കൂടെ നാളെ 12 മണിക്ക് എല്ലാം കൂടെ പോയി. ഇത് മുഴുവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. പിന്നെ അതിന്റെ ഫോർമാറ്റ് ഒന്നും ശരിയല്ല. അതെ, അത് വായിച്ചു നോക്കി മാർക്ക് ഇടാനല്ലേ നിൽക്കുന്നത്. കൊണ്ടിടാൻ പറഞ്ഞാൽ കൊണ്ടിട്ടാ മതി. അവന്മാർക്ക് വായിച്ചാലും മനസ്സിലാവുന്നുണ്ട്. ഈ 12 മണിയൊക്കെ അടിവരെ ഇട്ടു. ചേട്ടാ, ഇതാ പഴയ ബംഗാളി ഇല്ലേ? എടാ, ഞാൻ അവന്റെ കടയിൽ നിന്ന് ഇത്തിരി പാനിപ്പൂരി കഴിച്ചായിരുന്നു. അതിന്റെ പൈസ ഒന്ന് സെറ്റിൽ ചെയ്യാണ്ട് പോയിട്ട് പാടേ വരാം. എടാ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? ഞാൻ നിന്നെ അവിടെ വന്ന് കാണാനല്ലേ പറഞ്ഞേ. ചേട്ടാ, ഇന്ന് കട അവധിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതോടെ ഇതാ മറ്റേ സീൻ കേട്ടോല്ലേ? നിനക്കറിയോ അവനെ? ഓ, ഇവനെ കെട്ടാണ് കമ്പനി. എടാ, അവൻ സീനാണെങ്കിൽ ഞാൻ കട്ട സീനാണ്. എടാ, നമ്മുടെ മറ്റേ സീ ട്രാക്കറില്ലേ, അത് അടിച്ചു മാറ്റാൻ ഉഗ്രം പ്ലാൻ കിട്ടിയിട്ടുണ്ട്. നീ കത്ത് കണ്ട? നമ്മുടെ ആ ശംഭുവിനെയും ടീമിനെയും കോംപ്രമൈസ് ചർച്ചയ്ക്കെന്നും പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്താനുള്ള കത്താണിത്. എന്ത് കോംപ്രമൈസ് ആണ്? അതൊരു വലിയ കഥയാണ്. അത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഈ കത്തിനകത്ത് അവന്മാർ കോംപ്രമൈസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ള സമയം 12 മണിയാണ്. നമ്മൾ നൈസായിട്ട് ഈ 12 മണി മാറ്റി 11 മണിയാക്കി വേറൊരു കത്ത് അവിടെ കൊണ്ടിടുന്നു. അപ്പോൾ ഈ കത്ത് വിശ്വസിച്ച് നമ്മുടെ ശംഭു ടീം അവിടെ നിന്ന് 11 മണിക്ക് ഇറങ്ങത്തില്ലേ? ആ സമയം നോക്കി ഞാനും നീയും കൂടി ഒരു ഡമ്മി ലാപ്ടോപ്പ് ഒപ്പിച്ചുകൊണ്ട് അവിടെ കയറി ആ ഒറിജിനൽ സീ ട്രാക്കർ ലാപ്ടോപ്പ് അടിച്ച് മാറ്റുന്നു. അപ്പോൾ ഒറിജിനൽ ലാപ്ടോപ്പ് ആരെടുത്താ? നമ്മുടെ കയ്യിൽ.
ഇനി 12 മണിക്ക് ഇവന്മാര് നമ്മൾ വെച്ച ഡമ്മി ലാപ്ടോപ്പ് എടുത്തോണ്ട് പോവേ എന്താ വെച്ചാൽ ആയിക്കോട്ടെ. അല്ല കേട്ടോ എനിക്കൊരു ഡൗട്ട്. What a slide. ചോദിക്കി. അല്ല ഈ 11 മണിക്ക് പോയി ശംഭുവും കൂട്ടുകാരുടെ 12 മണിക്ക് തന്നെ വന്നാലാ? എടാ ശംഭുവും ടീമും കൂടി അവന്മാരെ പഞ്ഞി കിട്ടാൻ നമുക്കെന്താ? അയ്യോ നമ്മുടെ പ്ലാനൊക്കെ പാളി പോയെന്ന് ഓർത്ത് നമുക്ക് മാറി നിൽക്കാം. അല്ല അപ്പം മച്ചാൻ എന്തീ പറഞ്ഞു വരുന്നത്? നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഉമ്മാരെ അവിടെ നിന്ന് സ്കിപ്പ് ആവും. ആ ഗ്യാപ്പിൽ നമ്മൾ കയറി സാധനം പൊക്കും. അതാണ് പ്ലാൻ. എന്നിട്ട് നമ്മൾ ഈ ഇന്റർനാഷണൽ പോഴനയും ചുവന്നുകൊണ്ട് സായിപ്പിന്റെ അടുത്തോട്ട് പോകും. എന്നിട്ട് സായിപ്പിന് സാധനം കൈമാറും, കാശ് മേടിക്കും. 50-50. Who is Sai? അല്ല അതാണ് എനിക്ക് താല്പര്യം. പക്ഷെ അവനെന്തിനും കൊടുക്കണം. എന്നാൽ അവനൊരു 50. 50 50 എടോ 50 റുപ്പീസ്, 50 രൂപ ചായക്കാശ്. 50 രൂപ. എന്തൊരു ദുഷ്ടനാടോ താൻ. ഒരു 50 രൂപയെങ്കിലും കൊടുക്കണ്ടേ? ഒരു പൊതിച്ചോറെങ്കിലും മേടിച്ച് തിന്നട്ടെ പാവം. മച്ചാനെ 50 രൂപയ്ക്കൊന്നും നടക്കൂലെന്ന്. എന്നാ പിന്നെ ക്രിക്കറ്റ് കുത്തി പറഞ്ഞു വിട്ടാലോ? എടാ ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിക്കും, തലയിലാവും, പോവൂല. എന്നാ പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു സ്കീം ഉണ്ട്. Oh, എന്നാ പറ. they're scheming. സായിപ്പ് തന്നതിന്റെ പകുതിയാണെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കള്ളനോട്ടും ഈ നേരത്തെ പറഞ്ഞ 50 രൂപയുടെ നോട്ടും കൂടെ കൊടുത്ത് വിടുന്നു. അവൻ എവിടെയെങ്കിലും പോയി തൂങ്ങിക്കോളും. തന്റെ അളിയനൊന്നും അല്ലല്ലോ. അത് കൊള്ളാം. അതാവുമ്പോ നമ്മുടെ അടുത്ത് കാശ് വെച്ച് വന്നാൽ നമുക്കും കള്ളനോട്ടാ കിട്ടിയെന്ന് പറഞ്ഞു വഴിയാ. അറിയാല്ല. അല്ല അപ്പം ഷെയർ വരുമ്പം എല്ലാവർക്കും കള്ളനോട്ടാവും. എന്ത് സീനാടോ, എന്ത് വർത്താനോടോ പറയണേ? തന്നോടൊക്കെ നമ്മ അങ്ങനെ ചെയ്യുവോ? നമ്മ നാളെയും കാണാനുള്ളവരല്ലേ. അത് മാത്രമല്ല എൻ്റെ കയ്യിൽ അത്ര കള്ളനോട്ടൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. I think everybody, all three will try and individually plan to backstab each other. നടന്നില്ലെങ്കിൽ ലാപ്ടോപ്പ് എന്താണ്? അല്ല സായിപ്പ് വഴി എല്ലാം സെറ്റ് ആക്കണമെന്ന് പറയായിരുന്നു. അതിനാദ്യം അവൻ ആ കത്ത് കൊണ്ടിടണം. അവൻ അവിടെ പ്ലാങ്ങി നിൽക്കണല്ലോ. പോകാൻ പറ വധൂരിനോട്. അപ്പൊ ശുക്രിയ. നമ്മൾ ആരൊക്കെയാണോ പോകുന്നത്? ബേബിയെ കാണാം. ആരുടെ കുഞ്ഞാവേ? അയ്യോ ബേബി എന്ന് പറഞ്ഞാൽ കുഞ്ഞാവയൊന്നും അല്ല, എൻ്റെ കൂട്ടുകാരൻ ബേബി. ഗുണ്ട ബേബി. No, baby. ഗുണ്ട കോർഡിനേറ്റർ. കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സകലമാന ഗുണ്ടകളുടെയും കൊട്ടേഷൻ ടീമിൻ്റെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ബേബി ഉണ്ട്. അത്രയ്ക്ക് ടയ്യപ്പാ. നമ്മുടെ ഈ ഒരു സ്കീമിന് ബേബി ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരാൻ പറ്റും. ബേബി നാട്ടിൽ വന്ന് പറയുന്ന കഥകളൊക്കെ കേൾക്കണം ഗുണ്ടകളെ പറ്റി. പേടിച്ച് കിടാ വിറയ്ക്കും. കഥ എന്നോട് പറയാൻ അത് നമ്മുടെ കഥ കഴിയാതെ നോക്കട്ടെ. ഇവിടെ എവിടെയാണ് ഈ ടയറല്ലേ Who's baby? ഗുണ്ടായസിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലുമൊക്കെ. ചെറുക്കൻ്റെ അച്ഛനായിരിക്കും ബേബി. മുതലാളി. Oh, അല്ലടാ അതാണ് ബേബി. ബേബി കാണല്ലേ ജോർജ്. he doesn't want to deal with George. നീ ആയിരുന്നാ? ബേബി ബേബി ഇത്ര നാളാണ് ഇവരെ കണ്ടിട്ട്. ഗുണ്ടയാണല്ലേ? കണ്ടാ പറയത്തില്ല. ഇതൊക്കെ പറ കൊച്ചനെ മോലാളി. പഞ്ചർ എവിടെ ഒട്ടിക്കണ്ടെന്നാ പറഞ്ഞേ? പഞ്ചറാ? നീ ഇപ്പൊ എന്തിനാ എന്നെ കാണാൻ വന്നത്? ഞാനിവിടെ മനസ്സമാധാനമായിട്ട് ജീവിച്ചോണ്ടിരിക്കുക. എന്താ കാര്യം? എന്താ നീ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയിട്ടാ. കാറ്റടിച്ചാൽ മതി. വാ കാര്യം പറ. എന്നാ ഞങ്ങൾ വന്ന കാര്യം പറ. ഇവൻ ഒരു പെണ്ണ് കേസിൽ പെട്ടിരിക്കുകയാണ്. പെണ്ണ് കേസോ? കൊച്ചക്കല്ലേ പെണ്ണ് കേസോ? മിണ്ടാതിരിക്കണം മുതലാളി. ശരിയാ പറ. ഇനിയിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യാനാ? ഞാൻ മനസ്സാ വാച കർണാടക അറിയാത്ത കാര്യമാണ്. എന്റെ പൊന്നെ, ഞാൻ ഇവിടെ പഞ്ചർ ഒട്ടിച്ചൊക്കെ ജീവിക്കുക. പഴയ പണിയെ പറ്റി എനിക്ക് ഒരു ഓർമ്മയില്ല. Oh, ഞാനിപ്പോ സൂചി പഞ്ചർ, ആണി പഞ്ചർ, അള്ളു പഞ്ചർ, റബ്ബർ ടയർ, ഇതിനെ പറ്റിയൊക്കെ ചോദിച്ചാൽ വല്ലതും പറഞ്ഞു തരാം. മറ്റൊന്നും എനിക്ക് അറിയത്തില്ല. സംഭവം ഇവൻ പറഞ്ഞ പോലെ നമ്മളെ ഒരു പ്രശ്നത്തിനകത്ത് പെടുത്തിയേക്കുക. നമുക്കതിനകത്ത് യാതൊരു പങ്കുമില്ല. Okay. അപ്പോൾ പെണ്ണ് കേസായതുകൊണ്ട് ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വിധേന അടിയോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ. അതിനിപ്പോ ഞാൻ എന്താ വേണം? അല്ല, നീ ഒരു 2 ഗുണ്ടകളെ അല്ലെങ്കിൽ നമ്മൾ നിന്റെ കസ്റ്റഡിയിലുള്ള 2 കൊട്ടേഷൻ ടീമിനൊക്കെ അറേഞ്ച് ചെയ്തു. ഇല്ല, ചെയ്യത്തില്ല. ഞാൻ ആ പരിപാടി നിർത്തി. ഞാനിപ്പോ മാന്യം മര്യാദയ്ക്കൊക്കെ ജീവിക്കുക. ഞാനത് നിർത്തി. ഇല്ലല്ലോ, ഞാൻ ചെയ്യത്തില്ല. ബേബി നിന്റെ ജോർജ് ആണ് നിന്നോട് ചോദിക്കുന്നത്. ആര് പറഞ്ഞാലും ഞാൻ ചെയ്തില്ല. ഞാൻ ആ പരിപാടി നിർത്തി. നിനക്ക് സഹായം ചെയ്യാൻ പറ്റില്ല? ഇല്ല, ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ നിന്റെ പഴയ തൊട്ടിക്കതരൊക്കെ ഞാൻ മുതലാളിനെ വിളിച്ച് പറയാൻ പോലെ. മുതലാളി ഇവൻ പണ്ട് എത്ര ഗുണ്ടകളെ വേണ്ടത്? 2 രണ്ടുപേരെ മതിയോ? 2 പേര്. ഇത് കഴിഞ്ഞാ പിന്നെ എന്നെ ശല്യപ്പെടുത്തരുത്. ഉറപ്പ്. നന്ദി പറയാൻ പോലും വിളിക്കണ്ട. ഇല്ലടാ. ഓക്കെ. Okay. പിന്നെ ഇപ്പൊ ആരെ വിളിക്കും? ഇതൊക്കെ വേണ്ടി ഞാൻ പഴയ കോണ്ടാക്ട് ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാം. അപ്പി, വിജു, നാസർ. ചെറിയ ഐറ്റംസ് ഒന്നും വേണ്ട, ഇച്ചിരി വലുത് വല്ലതും ഉണ്ട്. ഹൈ ക്ലാസ് ടീം. High class one. നമുക്കിപ്പോ 2 പിള്ളേരുണ്ട്, 2 പേര്. നിങ്ങൾക്ക് പറ്റിയ ടീംസാ. കുറെ ചീപ്പ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചീപ്പാണ് നമുക്ക് വേണ്ടതല്ലേ? അതാ നമ്മുടെ ഒരു ചെറിയ എന്തെങ്കിലും സ്കീമില്ലേ. ഞാൻ പറയാം. ഹലോ മച്ചാനാ, ഞാനാ. ചെറിയൊരു പണിയുണ്ടോ? ടയർ മുട്ടിച്ചോണ്ട് വരുന്ന പരിപാടിയൊന്നും അല്ല. ഇച്ചിരി കൂടി ഐറ്റമാ. ചെറിയൊരു കൊട്ടേഷൻ. 2 പണ്ടന്മാർക്ക് കാവൽ ചെയ്യുന്നാൽ മതി. ഒരു ചീപ്പ് റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം നമ്മുടെ പിള്ളേരെ. പിന്നെ ഒരുപാട് കയറി കൊഞ്ചിക്കൊന്നും വേണ്ട, തലയിലാവും. അതെ, നിങ്ങളുടെ ലൊക്കേഷൻ ഞാൻ അയച്ചാൽ മാർക്ക് കൊടുക്കാം. ഇവരൊന്ന് കണ്ടോളും. ഓക്കെ, സെറ്റല്ലേ? പോയി കണ്ടാൽ മതി. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. ഓർമ്മയുണ്ടല്ലോ? ഇത് കഴിഞ്ഞാൽ പിന്നെ എന്നെ മനസ്സിലായല്ലോ. പക്ഷേ ഒരു ഡൗട്ട്, ഈ ചീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചായയും ബജ്ജിയും കൊടുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടാൽ
എടാ ഇത് ഗുണ്ടകളാ, അല്ലാതെ സ്കൂളിലെ പിള്ളേരൊന്നും അല്ല. നീ കുടുക്കൊക്കെ പൊട്ടിച്ച് കുറച്ച് പൈസ കൈ വെച്ചോ. അവന്മാർ ഇച്ചിരി ഭയങ്കരന്മാരാ. Who are the deadly gundas? ഞാൻ കുറച്ച് നാളേ ഉള്ളു. എന്താ ഇനിയിപ്പോ എന്താ? അല്ല ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. വേണമെങ്കിൽ എഞ്ചിനീയറിന്റെ വേക്കൻസി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ എയറോനോട്ടിക്കലാണോ പഠിച്ചത്? അല്ല ഇലക്ട്രിക്കലാണ്. ആ എയറോനോട്ടിക്കലായിരുന്നു. കൂടെ എയർ അടിക്കാൻ ഒരു കഴിവ് ഉണ്ടായിരുന്നു. ഒന്നുമില്ല, പോ 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 പോ. അല്ല ബേബി ഒരു കാര്യം ചോദിച്ചോട്ടെ. എടീ, എന്താ പാടേ? അല്ല ഈ കൊട്ടേഷൻ ടീമിന്റെ പേരെന്തുവാ? നമ്മൾ പോയി മുട്ടണ്ടേ? എസ് കൊട്ടേഷൻ ടീം. Okay. സമയത്ര ഇവന്മാരിതെവിടെ പോയി കിടക്കുക? ഈ വെയിലത്ത് ഈ കറുത്ത ഷർട്ടൊക്കെ ഇട്ട് വന്ന് നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മളിത് ഇത്ര നാള് പിടിച്ച പോലെ അല്ല, ഇതേ കൊട്ടേഷൻ. എന്ത് കൊട്ടേഷനാണ് വൈകിട്ട് എടുത്താൽ പോരാ, മനുഷ്യനെ ഉറങ്ങണ്ടേ? വൈകിട്ട് മറ്റേ വെട്ട് കേസ് സോൾവ് ചെയ്യാൻ പോകാനുള്ളതല്ലേ? ഏത് കൊട്ടേഷൻ? മറന്നാ എന്നാ ചായക്കട കയറി Slit വെട്ടിയേക്ക് കൊട്ടു തിന്നു മറന്നോ? Okay. ശരിയാണ്. അതിപ്പോ എന്താ ചെയ്യാ? വൈകിട്ട് നിന്ന് അപ്പാപ്പന്റെ കാല് പിടിച്ച് 2 ചായ അടിച്ചു കൊടുക്കാം. കോംപ്രമൈസ് ആവാ? They are not that ഇതാണ് scary. അവര് പറഞ്ഞ ഫൈനൽ ലൊക്കേഷൻ. ഇവിടെ വരാനാ പറഞ്ഞു. ഇനി എങ്ങോട്ടും പോയിട്ട് കാര്യമില്ല. അമ്മര് വരുന്നുണ്ട്, കുറച്ച് Wax turn. ആ നിൽക്കുന്ന രണ്ടുപേരെ കണ്ട അവരാണെന്നാ തോന്നുന്നത്. അവരെ കണ്ടിട്ട് തന്നെ പേടിയാന്ന്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണ്ട, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ. അല്ലെങ്കിൽ ജോർജ് പറയുന്ന ആൾക്കാരൊന്നും അങ്ങനെ മോശമാവാറില്ല. നമ്മൾ മേടിക്കരുത്, നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളവരാ. അയ്യോ ചേട്ടാ, എസ് കൊട്ടേഷൻ സമിതി അല്ല കൊട്ടേഷൻ സംഘം പറയടാ, ഞങ്ങളാ മറ്റേ ബേബി വിളിച്ചായിരുന്നു. രണ്ടുപേര് വരുമെന്ന്. ജോർജ് ഞങ്ങളങ്ങ് പൊക്കടാ. എന്തുവാടാ? ചന്തിയാ അതല്ല പോക്കല്ലേ. ചീപ്പ് എന്റെ ഓൾ ക്ലിയർ. ഈ കാര്യം പറ. Like professional. ആദ്യം പറഞ്ഞിരുന്നല്ലോ ഞാൻ ജോർജ് ഇത് ലോലൻ. അപ്പൊ ബേബി വിളിച്ച് പറഞ്ഞായിരുന്നു എസ് ആൻഡസിനെ പോയി കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ. ക്ഷമിക്കണം കേട്ടോ, എസ് ആൻഡസ് എന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ല. പേരെങ്ങനെയാണ്? ഞാൻ പറയാം, ഇത് സാബു, ഇത് ഷാജി അല്ലേ? സിനിമയിലൊക്കെ അങ്ങനെ. പിന്നെ Lolan is so cute. He's so gullible, man. പേരെങ്ങനെ മച്ചാൻ പറഞ്ഞു? ഇത് ശ്രീകുമാർ, ഞാൻ ശ്രീശാന്ത്. എന്താടാ? അയ്യോ അവർ അങ്ങോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞല്ലോ. പേരല്ല പവർഫുൾ പേര്. ശ്രീകുമാർ, ശ്രീശാന്ത്. കൊള്ളാം നല്ല. എന്നാലും ഗസ്റ്റ് കൊടുത്തൊന്നും പേര് മാറ്റാൻ ശ്രമിക്കൂട്ടോ. ഒരു അധോലോകമായിട്ട് വളരുന്നതല്ലേ. Moda doesn't mean bro. What did he say? See, it's like the small words I have to pick up if I have to learn. എന്തുവാടാ? ചന്തിയാ അതല്ല പോക്കല്ലേ. ചീപ്പ് എന്റെ ഓൾ ക്ലിയർ. ഈ കാര്യം പറ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഞാൻ ജോർജ് ഇത് ലോലൻ. അപ്പൊ ബേബി വിളിച്ച് പറഞ്ഞായിരുന്നു എസ് ആൻഡസിനെ പോയി കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ. ക്ഷമിക്കണം കേട്ടോ, എസ് ആൻഡസ് എന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ല. പേരെങ്ങനെയാണ്? ഞാൻ പറയാം, ഇത് സാബു, ഇത് ഷാജി അല്ലേ? സിനിമയിലൊക്കെ അങ്ങനെ. പിന്നെ പേരെങ്ങനെ മച്ചാൻ പറഞ്ഞു? ഇത് ശ്രീകുമാർ, ഞാൻ ശ്രീശാന്ത്. എന്താടാ? അയ്യോ അവർ അങ്ങോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞല്ലോ. പേരല്ല പവർഫുൾ പേരാ. ശ്രീകുമാർ, ശ്രീശാന്ത്. കൊള്ളാം നല്ല. എന്നാലും ഗസ്റ്റ് കൊടുത്തൊന്നും പേര് മാറ്റാൻ ശ്രമിക്കൂട്ടോ. ഒരു അധോലോകമായിട്ട് വളരുന്നതല്ലേ. വിഷയം അതൊന്നും അല്ല. ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ വേണം. സംഭവം ഒരു പെണ്ണ് കേസ് ആരോപണത്തിന് ഞങ്ങൾ വിട്ടേക്കുക. കെട്ടിച്ചമച്ചതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഏത് നിമിഷം ഒരു അടി ഉണ്ടാകാനുള്ള ചാൻസ്. ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, കാര്യം പറ. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായോ? അവർ എത്ര പേരുണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്ര പേരുണ്ടാവുന്നൊന്നും നീ നോക്കണ്ട. കണ്ട അപ്പോൾ നമുക്കൊന്ന് ഡീൽ ചെയ്ത് എങ്ങനെയാണെന്ന് സംസാരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും. ഞാനത് ഏറ്റെടുക്കാത്തതാണ്, പക്ഷേ പോയി. പിന്നെ ഇത് പെണ്ണ് കേസായിട്ട് കൂട്ടണ്ട, ആരോപണം. എന്തേ എവിടെയുണ്ട് ശ്രീകുട്ടന്മാര്? ഞങ്ങൾ കൊച്ചിയിലുണ്ട്. ബൈ. എങ്ങനെയുണ്ടാ വർക്കൊക്കെ ഉണ്ടാ? കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ പോകുന്നു. നിനക്കൊക്കെ ഒരു കൊട്ടേഷൻ തരാന്നുള്ള മൂഡിലാണ് ഞാൻ വിളിച്ചത്. കൊട്ടേഷനാ? എന്താണ് കേട്ടിട്ടില്ലേ? എടാ KOTASHAN കൊട്ടേഷൻ. പറ ബൈ. സംഭവം ഡാർക്ക് സീനൊന്നുമില്ല. ഇവിടെ അടുത്ത് 4 പിള്ളേര് താമസിക്കുന്നുണ്ട്. അപ്പൊ അവന്മാരുടെ വീട്ടിൽ കയറി ഒരു ഐറ്റം ചൂണ്ടണം. അവന്മാരെ അവിടെ നിന്ന് തെറിപ്പിക്കാൻ ഒരു പ്ലഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്യാപ്പിൽ കയറി പണി നടത്തിയാൽ മതി. അവന്മാരുടെ പേര് ലോലൻ, ശംഭു, ഹാൻസ് അങ്ങനെ എന്താണ് അവന്മാരുടെ പേരെന്ന് പറഞ്ഞു കൊടുത്തേ? ജോർജ്, ലോലൻ, ശംഭു, ഷിബു. കേട്ടാ, ജോർജ്, ലോലൻ, ശംഭു, ഷിബു. ഓക്കെ ബൈ. എന്തൊരു ഫൗൾ അടിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. വർക്ക് വേറെ Oh, this is a great twist. ആർക്കും കൊടുക്കല്ലേ? നിനക്കൊക്കെ കുറച്ച് ചില്ലറ തടണ കേസാണ്, വേണമെങ്കിൽ വിളിക്ക്. ഞാൻ ആദ്യം പറഞ്ഞില്ല. ശ്രീകാന്തേട്ടനോട് പറഞ്ഞല്ലോ ഓക്കെ. ഇനി ശ്രീകുമാരേട്ടനോട് സമ്മതിച്ചാൽ മതി. ഞാൻ ഓക്കെ പറഞ്ഞു ഇല്ലല്ലോ.
എന്താടാ എടാ ഈ കേസിൽ നിന്ന് ഊർണം. ഈ പ്രായത്തിൽ എങ്ങനെ പെണ്ണേഴ്സിൽ പെട്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അതല്ല എടാ ബ്രിറ്റോ വിളിച്ചായിരുന്നു. സീൻ ബ്രിട്ടോയാ? എന്തിന്? ഇവന്മാർക്ക് പണി കൊടുത്തത് ബ്രിറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈശ്വര, അങ്ങനെയാണ് നമുക്ക് തലയെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഇല്ല, അവരെന്തുവാണ് ഇവിടെ നിന്ന് പറയുന്നത്? റേറ്റാന്നാ തോന്നുന്നത്. എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും പറഞ്ഞു വിടാം. എടാ ഞാൻ കുറെ തള്ളി. ചേട്ടാ എങ്ങനെയാ അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന്? സംഭവം ഞങ്ങൾ പിടിക്കാം, പക്ഷേ ഒരു 5 ലക്ഷം രൂപ വേണ്ടി വരും. എത്ര പറഞ്ഞേ? 5 ലക്ഷം. കട്ട ലോക്കൽ അല്ല ചീപ്പാണെന്നാണല്ലോ ബേബി പറഞ്ഞത്. എടാ ഇതാണ് കൊച്ചിയിലെ ഏറ്റവും ചീപ്പ് റേറ്റ്. പ്രൊട്ടക്ഷൻ മതി, വരട്ടൊന്നും വേണ്ട. എടാ ഇവിടെ പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ 5 ലക്ഷത്തിന്. നീ എന്നാ ഈ പറയുന്നേ? എന്തേലും ഇച്ചിരി കുറയ്ക്കാനൊക്കെ. പൈസ ഇല്ലെങ്കിൽ പോടാ. പൈസ ആയിട്ട് വാടാ. ഒരു 5-6 പൈസ ആയിട്ട് വാടാ. ചേട്ടാ Oh no. I don't know. I'm feeling so bad for them. ചുമ്മാ ഇരടാ. 5 ലക്ഷം രൂപ നിസ്സാര ഒരു പ്രൊട്ടക്ഷന് വേണ്ടിട്ട്. എന്താല്ലേ ഇതിനും വേണ്ടി ചേട്ടനെ വിളിച്ചു വരുന്നായിരുന്നു. ചേട്ടൻ ഞാൻ വിളിച്ചായിരുന്നല്ലോ. എന്താ? ചേട്ടൻ വരുന്നുണ്ട്, ഞാൻ വിളിച്ച്. എപ്പോ? ആ കത്ത് നമ്മുടെ വീട്ടിൽ വന്നില്ലേ, അന്നേരം ഞാൻ വിളിച്ചായിരുന്നു. നീ എന്തോ ചേട്ടനോട് വിളിച്ച് പറഞ്ഞത്? ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഭീഷണി കത്ത് വന്നിട്ടുണ്ട്, ഞാൻ Yes, അപകടത്തിലാണ്, of course. ശത്രുക്കളാന്നൊക്കെ Hari is there. Hari is going to protect them. പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഫോൺ എടുത്ത് അടിച്ചു പൊട്ടിച്ച്. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് വെച്ചപ്പോൾ അച്ഛൻ പറയും ചേട്ടനോട് പ്രാന്തളി നടക്കുകയാണ്, അച്ഛനും ചേട്ടനോട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോവാന്ന്. Yes. No, they should be happy. അല്ലെങ്കിൽ ഒരു കണക്കിന് നല്ലതാണ് നിന്റെ ചേട്ടൻ പറഞ്ഞത്. Yes. ഇപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. അതിന് നിന്റെ ചേട്ടൻ തന്നെ മതി. പക്ഷെ Absolutely. എന്റെ സംശയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം പറിച്ചതൊന്നുമില്ല. എല്ലാരും കാലവാരി പിടിച്ച് കുത്തും. നമുക്കിട്ട് കിട്ടുമോടെ? ഇല്ലല്ലേ. ആരാത്? തുറക്കടാ. നല്ല പരിചയമുള്ള സൗണ്ട് ആണല്ലോ. പോയി നോക്കിയടാ. നീയൊക്കെ തുറക്കണ്ട, ഞാൻ ചവിട്ടി പൊളിക്കണ. തുറക്കടാ. ആരാ? കറച്ചട്ടിയാ വേണ്ടെന്നാരാ? അയ്യോ, ആരാ ഭ്രാന്തനെ കുറിച്ചെടുത്തത്? He is the perfect guy. എന്തായാലും പിടിച്ചിരിക്കും. നീ വാതിൽ വിളിക്കാൻ നമ്മൾ തുറന്നു കൊടുക്ക്. നീ മാത്രമേ നന്നാക്കാനുള്ളൂ. ബായ്. ഓടരുത്, ഓടരുത്, ഓടിയ ഞാൻ എറിഞ്ഞിട്ട് ഞാൻ ഓടരുത്. നീ ഓടിയല്ലേ? Yes. Oh yes. This is going to be very interesting. The strong man, because initially in the phone call said that the Hari is also scared of the dad. So let's see his personality. യവനറിയാത്ത പല മർമ്മമുറകളും എനിക്കറിയാം. സത്യം പറഞ്ഞില്ല. എന്റെ ചേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല. Advocate. അഡ്വക്കേറ്റ് പ്രഹ്ലാദൻ അയ്യർ, MA LLM. പോലെ നമുക്ക് ശംഭു പറഞ്ഞ പോലെ ലീഗലി ഒന്ന് മുന്നോട്ട് പോയാലോ? എന്തായാലും സത്യം നമ്മുടെ ഭാഗത്തല്ല. അപ്പൊ ചേട്ടനെ വിളിച്ചു. എടാ അത് വേണ്ട, അത് ശരിയാവത്തില്ല. അത് എനിക്ക് തോന്നുന്നില്ല. ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കും, പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എത്തിക്കാണും. അല്ലെ ഇത് പ്രശ്നം ഫുള്ള് സോൾവ് ആയെന്ന് നീ വിളിച്ചു പറ. നീ പുള്ളിയെ വിളിച്ചു പറ പ്രശ്നം ഫുള്ള് സോൾവ് ആയെന്ന് വിളിച്ചു പറ. ചേട്ടന്റെ ഫോൺ തല്ലി പൊട്ടിച്ചിട്ടേക്ക്, പിന്നെ എവിടെ വിളിക്കാനാ? എടാ നീ അച്ഛന്റെ ഫോണിൽ വിളിച്ചു പറ. ഹലോ മോനെ, എവിടാടാ? ഹലോ അച്ഛാ, എവിടെ എത്തി? എത്ര നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്? എടാ അവന്മാരെ ഇടിച്ചോണ്ടിരിക്കും. അവന്മാരൊന്നും പറയുന്നില്ല ആരാ കത്തെഴുതിയെന്ന്. അത് വേറെ ആൾക്കാർ എഴുതിയത്, അവരല്ല. അയ്യോ അച്ഛാ, അച്ഛാ നിങ്ങൾ തിരിച്ചു നോക്കിയോ കേട്ടോ, പ്രശ്നമൊക്കെ സോൾവ് ആയി. അപ്പൊ ഞങ്ങള് പൊക്കാളോനാ? അത് വേറെ ആൾക്കാർ എഴുതിയത്, അവരല്ല. എടാ എന്തായാലും ഇവന്മാരെ ഇടിക്കുന്നുണ്ട്. നിനക്കിനി വേറെ വല്ല സത്യം അറിയാനുണ്ടോ? വേറെ സത്യം ഒന്നും അറിയാനില്ല, നിങ്ങൾ പൊക്കോ. ആ എന്നാ പിന്നെ ശരി, നാട്ടിൽ വരുമ്പോ കാണാം കേട്ടോ. ഉമ്മ. ആ ശരി. എടാ അവന്മാര് പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു. ഇവന്മാർക്ക് ഒന്നും അറിയില്ല. ഇവന്മാര് Hari would have been so perfect. അച്ഛൻ പൊക്കളാന്ന് പറഞ്ഞു. നമുക്ക് എന്നാലും ഈ വക്കീലിനെ ഒന്ന് കയറി കാണാം. എന്താ പറയുക? വാ. വേദനിച്ചായിരുന്നു, ശീലമില്ല അല്ലേ? കാലം വന്ന ശേഷം ലേശശീലം തുടങ്ങിയിട്ടുണ്ട്. എടാ ഇടിയൊക്കെ കൊണ്ട് വളരാം അവനെ പോലെ. ഞാൻ പോട്ടെ. Oh. 11 മണിക്ക് പൊന്നുരുന്നിപ്പാലത്ത്. Oh, it is that the other letter. ഒന്നുമില്ല, കത്തെഴുതിയന്മാരെ കിട്ടിയെന്നോ.
അച്ഛൻ ബാ നമുക്ക് നോക്കാം. Good. Hari is good for the protection. ഒരു നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. ഡിസ്റ്റർബ് ആവാത്ത രീതിയിലൊന്ന് വിളിച്ചു നോക്കാം. സാർ സാർ ആരാ? സാർ ഒന്നുമില്ല, പേടിക്കില്ലേ. പനിയായിരുന്നു. സാർ ഒരു കേസ് ഉണ്ടായിരുന്നു അതിന്. അതിന് അല്ല സാർ വക്കീലല്ലേ? ആ ഇരിക്കും. Okay. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒരു ചായ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എടുക്കേണ്ടി വരും. വന്ന കാര്യം പറ. സാറേ ഞങ്ങൾക്കെതിരെ ഒരു ഭീഷണിക്കത്ത് വന്നായിരുന്നേ, അപ്പൊ അതിന്റെ കാര്യം ഒന്ന് സാറിനോട് സംസാരിക്കാനായിരുന്നു. ഭീഷണിക്കത്തോ? കാണിച്ചു. ഭീഷണിക്കത്ത് സാറിനോട് കത്ത്. ഗ്യാസ് ഒറ്റയുടെ മണി വെച്ചാൽ എടുത്തില്ലേ? ജീവിതം തെരഞ്ഞ് ചോദിക്കുവാണല്ലേ. IPC 347 സ്ത്രീ പീഡനം. ദിസ് ഇസ് വെരി സീരിയസ്. എന്താ സാറേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോലൻ. What a pity. സാറേ പെറ്റി എത്ര വേണേലും നമ്മൾ ഷിബുവിനെ കൊണ്ട് അടപ്പിക്കുന്നത് എങ്ങനെയും ഒഴിവാക്കി. എടാ അതല്ലടാ, നിന്റെയൊക്കെ കാര്യം പോക്കാ. ഇതിന്റെയൊക്കെ പ്രത്യേക എടാ ഇതൊക്കെ വലിയ പ്രശ്നമാടാ. ദേ എല്ലാം അകത്ത് പോകും. ഞാൻ പോവില്ല, നീയൊക്കെ പോകും. ഉണ്ണതിനും ഭാവി തൊലഞ്ഞു പോകും. വിദേശത്ത് പോകാൻ പറ്റൂല. നാട്ടിലൊരു നല്ല ജോലി ആ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. തെണ്ടി തിന്നു വരച്ചാലും ആരും ഒന്നും തരൂല. IPC സെക്ഷനൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത്. ഡോണ്ട് യു സീ ദ ഐറണി? യെസ് യുവർ ഓണർ. സാർ എങ്ങനെയെങ്കിലും ഒന്ന് എന്തേലും വഴിയുണ്ടോ സാറിൻ്റെ ഞങ്ങളെ ഒന്ന് ഇറക്കാനായിട്ട്? നിങ്ങൾ ഏതായാലും കൃത്യ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒരു കേസ് ഹാൻഡിൽ ചെയ്യാൻ ഇത്രയും എക്സ്പീരിയൻസും കഴിവുമുള്ള വേറെ ആരും എൻ്റെ അറിവിലില്ല. നമുക്കൊന്ന് അപ്പുറത്തെ വക്കീലിന്റെ അടുത്ത് പോയാലോ? എടാ ഞാനുണ്ടടാ. ലെറ്റ് മീ സീ വാട്ട് ഐ കൻ ഡു. ഈ പെൺകുട്ടി മേജറാണോ മൈനറാണോ? ശബ്ദം കേട്ടിട്ടൊരു മീഡിയ വന്നാ തോന്നുന്നു. മീഡിയോ? ഇവൻ എന്തൊക്കെയാടാ പറയുന്നത്? എന്റെ പൊന്ന് സാറേ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഈ പെൺകൊച്ചിന്റെ പേര് അശ്വതി അച്ചു എന്നാണെന്നാണ് ഇവൻ പറയണത്. ഞങ്ങൾ ആരും അവളെ കണ്ടിട്ടേ ഇല്ല, യവനടക്കം. ഇവിടെ എന്നെ പ്രേതോ? പ്രേതമല്ല, എന്നും വിളിക്കാറുണ്ട്. ഇങ്ങനെ ഫോണിലുള്ള വിളി മാത്രമേ. I feel at the end this Ashwati Achu is only going to save this guy. I don't know. That's what I feel like. ഇവന്റെ ഭാഗത്തുനിന്നും ഈ കത്തി പറയുന്ന പോലെ ഒരു തെറ്റ് സംഭവിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. ഇത് എന്റെ പരമായ സംശയം ഇവളെ മുൻനിർത്തിയിട്ട് ആരോ കളിക്കുന്നതാണെന്നാണ്. സംഭവം എന്തോ ഉടായിപ്പാണ്. ഉടായിപ്പാണെങ്കിലും പെങ്കൊച്ച് വന്ന് പറഞ്ഞാൽ നീയൊക്കെ പെടും. പെങ്കൊച്ചു വരുമോ? പെങ്കൊച്ച് വരുമെന്ന് എനിക്കറിയുമോ? നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഈ കേസിൽ ഇടപെട്ടത് ഒരു വഴിത്തിരിവാണ്. ഈ കേസിന്റെ ഗതി തന്നെ മാറും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് സാർ പ്രശ്നം? എന്താണ് സംഭവം? കാശ് കുറച്ച് ചിലവാകും. ഈ കാശിപ്പോൾ ഉദ്ദേശം എത്ര? ഒരു 1,00,000 രൂപയാണ്. 1,00,000 രൂപയോ? സാറേ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ തോന്നില്ല. എന്നാ പിന്നെ ഞങ്ങൾ ജയിലിൽ അയ്യോ അങ്ങനെ പോവല്ലേ. പാവങ്ങൾക്ക് ഞാൻ സബ്സിഡി ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാം ഒരു 30,000 രൂപയ്ക്ക് ഒതുക്കാം. 30,000 ഒറ്റയടിക്ക് നമ്മളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ വീണ്ടും ജയിലിലോട്ട്. എടാ ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി. അതായത് 3,000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ച് തീർത്താ പോരെ. ഇത്രയും നല്ലൊരു ഓഫർ വേറെങ്ങും കിട്ടില്ല കേട്ടോ. കട വിറ്റാലോ? കട മാത്രം വിറ്റാലേ നടക്കുമെന്ന് തോന്നുന്നില്ല. ഷിബു സമ്മതിക്കാണ്ട് നമ്മളെങ്ങനെ ഷിബു? അതെ നമ്മളിതാണ് ഉറപ്പിക്കുന്നു. ഓക്കെ 30,000 രൂപ ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ നിയമവീഴ്ചയൊക്കെ സാധാരണല്ലേ? നിനക്കൊക്കെ ഒന്നും പറ്റാതിരിക്കാൻ. I feel so bad for these guys. Really, they just. I mean, I thought at least the lawyer gets involved, so they'll get half a decent lawyer. But oh no. അപ്പൊ പോയിട്ട് നാളെ ആദ്യത്തെ ഗഡുവായിട്ട് വാ. ലഡു അല്ലടാ ഗഡു. കാശ് 3,000 രൂപയും Oh, pie. കോപ്പി. 3,000 രൂപയുടെ കോപ്പി എടുത്ത്. I am sure in Malayalam that language would like that dialogue would have been even more funny. The EMI pie joke. I do understand sometimes that the joke ഓക്കെ gets lost in the 30,000 translation. ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ നിയമവീഴ്ചയൊക്കെ സാധാരണല്ലേ? നിനക്കൊക്കെ ഒന്നും പറ്റാതിരിക്കാൻ നോക്കോ. അപ്പൊ പോയിട്ട് നാളെ ആദ്യത്തെ ഗഡുവായിട്ട് വാ. ലഡു അല്ലടാ ഗഡു. കാശ് 3,000 രൂപയും ഒരു കോപ്പി. 3,000 രൂപയുടെ കോപ്പി എടുത്ത്. എടാ ഈ കത്തിന്റെ കോപ്പിയടാ. ഓ ഇതിന്റെ കോപ്പി.
അഡ്വാൻസ് ഒന്നും വേണ്ടായിരുന്നു. പനിയാ നീ പള്ളി പിടിച്ചോട്ട് പോ. സോറി, വെറുതെ ആശിപ്പിച്ചു. കുഴപ്പമില്ല, ഒരു 10 മാസം ഇവന്മാരെ വഹിച്ച് ജീവിക്കാം. Everybody is out to scam them, huh? It's not okay. അയ്യോ ശംഭു, ഒരു പരിപാടി നടന്നില്ലടാ ശംഭുവേ. വക്കീലും ശരിയായില്ല, പ്രൊട്ടക്ഷനും ശരിയായില്ല. നീ ആദ്യം ചേട്ടൻ തേണ്ടിയുടെ ഞങ്ങളൊന്ന് പ്രൊട്ടക്ട് ചെയ്യടാ. അയ്യോ, ഞാനാ ചോദിക്കാൻ വിട്ടുപോയി. എന്റെ ചേട്ടൻ വന്ന് തന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. നല്ല രസമായിരുന്നു. Yeah, ഷിബു എന്തേ? ഷിബു നോക്കണ്ട, ആ ഞരമ്പെണ്ണ വാങ്ങിക്കാൻ പോയി. ഞരമ്പണ്ടയോ? ഇതിനാട്ടാ നീ ആ വട്ടനൊക്കെ വിളിച്ചെടുത്തത്? സോറി. ചേട്ടനും അച്ഛനും വീട്ടിലെത്തിയെന്ന് വിളിച്ച് പറയായിരിക്കും. they are അയ്യോ അച്ചു, that. ഹലോ അച്ചു, 2 ദിവസം എന്താടി വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. നാളെയോ? കോഫി ഷോപ്പിലോ? ഏത്? ആ അവിടെ വരാം ഞാൻ. എത്ര മണിക്കാ? 11 മണിക്കോ? ആ ഞാൻ നാളെ എത്തിയേക്കാം കേട്ടോ. വരണം കേട്ടോ, പറ്റിക്കില്ല കേട്ടോ. ആ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ അശ്വതി അച്ചു അല്ല ലെറ്റർ എഴുതിയെന്ന്. പോങ്ങ നീ എന്തിനാ അവനെ തല്ലുന്നു? പിന്നെ അവനല്ല അവനെ നിന്നെ തല്ല വെക്കോ? നീ എന്നെ തിരിച്ചല്ലത്തില്ലേ? അച്ചു ആണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അവളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അവള് ഫോൺ വിളിച്ചപ്പോ എന്താ എടുക്കാഞ്ഞത്? അത് നമുക്ക് പരീക്ഷയായിട്ട് അവളുടെ അച്ഛൻ ഫോൺ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇനിയിപ്പൊ നാളെ 11 മണിക്ക് കാണാന്നാ പറഞ്ഞേ. ഞാൻ എന്നാ പോയി കിടന്ന് ഉറങ്ങട്ടെ. രാവിലെ അലാറം വെച്ചിട്ട് എനിക്കാണല്ലേ. അല്ല അത് ഞാനേ അല്ലടാ, അപ്പൊ ഇവിടെ വന്ന് കത്തെഴുതി ആരായിരിക്കും? മറ്റേ മോമോ വല്ലതും ആയിരിക്കും. Momo challenge? Momo challenge? ചിലപ്പോ ഉടായിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. ഇത് വീണ്ടും അടുത്ത പണിക്കുള്ള ചാൻസാ ഞാൻ കാണുന്നത്. ശമ്പൂടാ പതുക്കടാ. എന്ത് പ്രാന്തനാണല്ലേ. അവൻ വിളിച്ചില്ലായിരുന്നു കണ്ടല്ലോ. വെറുതെ സീൻ Harita would have gone to that ചെറുപ്പത്തില് location. അവനെ തല്ലിയ സാറന്മാരെയൊക്കെ അയാള് തല്ലി കൊന്നിട്ടുണ്ടാവും. ചുമ്മാണ്ടല്ലോ അവന് ഇത്ര വിരലാണ്ട് വളർന്നത്. നീ എവിടെയാണ് കിഴിവാക്കണത്? പെടലി കിട്ട്. ഈ മുടി എല്ലാം കൂടെ കിടക്കുന്ന കാരണം പെടലി കാണണ്ടേ? ഈ ആപ്പിലൊക്കെ വെക്ക് നീ. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ അച്ചു. ടുട്ടൂരു ടുട്ടൂരു കോഫി ഷോപ്പിൽ ചെന്ന് നമ്മൾ കണ്ടു മുട്ടൂലേ. എന്നിട്ട് He's so oblivious to things, man. Oh my god. Wish I could be like Lolan sometimes, you know? Just not care in the world, but very difficult to do. എന്നിട്ട് നീ അതിന്റെ ബില്ലും കൊടുത്ത് നമ്മൾ രണ്ടൂടെ ബീച്ചിൽ Wish I could be this chill, man. എന്റെ അകത്തിരുന്ന ബനിയം കണ്ടായിരുന്നു വേർക്കുന്നു. നിന്റെ ഇന്നർ ബെന്യൻ. നീ അവിടെ പോണ്ടാ? അല്ല എനിക്ക് അച്ഛനെ ഒന്ന് കാണാനല്ലേ. ഇവിടെ ഇത്രയും പേര് തളമൊക്കെ കെട്ടി വയ്യാണ്ട് കിടക്കുമ്പോൾ അവൻ അവളെ കാണാൻ പോകണം. മനസ്സിന്റെ കടുപ്പം. കഷ്ടം. നീ ഒറ്റയ്ക്ക് പോണ്ട, നമുക്ക് എല്ലാരും കൂടിയും പോയാൽ മതി അവളെ കാണാൻ. അല്ല വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. എന്തിനാ എല്ലാവരുടെ പോയി പ്ലിങ് ആവുന്നേ? നമ്മളും പോണ്ട, അവനെയും വിടണ്ട. അതല്ലടാ, അശ്വതിച്ച് എന്ന് പറഞ്ഞ് കുറെ കാലായി നമ്മൾ നടക്കണം. Yes, I want to see her ഇത് too. പേടിയുണ്ടാ? എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ സെറ്റാ. ശംഭു, എനിക്കൊരു ചെറിയ പേടിയുണ്ട്. നമുക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോവാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. എല്ലാവരും ഒരുങ്ങി ഇറങ്ങ്. നമ്മൾ പെട്ടി കിടക്കാമല്ലോ. ഇയാളെന്തോ ലാപ്ടോപ്പും കൊണ്ട് ബാത്റൂമിൽ പോകുന്നു. അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. ആ ഒരു പരിപാടി ഉണ്ട്. ബാ കാണിച്ചരാ. Okay. What? Good hiding place. എന്തുകൂടെ കാണിക്കുന്നത്? അന്ന് കള്ളം വന്ന ശേഷം നമ്മൾ ആരും വീട്ടിലില്ലെങ്കിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഒളിപ്പിച്ച് വെക്കാറ്. നല്ല സേഫ് സ്ഥലം. Still can be അവളെ stolen. കണ്ടിട്ട് തന്നെ ബാക്കി. അടുത്ത ഭീഷണിക്കത്ത്. മിസ്റ്റർ മഹേന്ദ്രവർമ്മ. എടാ എന്നെ ശരിക്കുള്ള പേരല്ലേ? ഞാനാണ്. ആ ആണല്ലോ. അപ്പൊ ഇത് ഒഫീഷ്യൽ ഭീഷണി കത്തായിരിക്കും. Finally we know his name. എന്നാ ഏത് ബാങ്കിലാ പൈസ ഇടേണ്ടെന്നുള്ളതായിരിക്കും. ടു മിസ്റ്റർ മഹേന്ദ്ര വർമ്മ. നിനക്ക് തന്നെ. We are glad to inform you that you are appointed as probationary officer. എടാ നിനക്ക് ജോലി കിട്ടിയെന്ന്. അന്ന് PSCക്കും ബാങ്ക് ടെസ്റ്റിനും വേണ്ടി പിന്നെ ആപ്പ് പറഞ്ഞു തന്നില്ലേ? ആ എൻട്രി ആപ്പ്. എൻട്രി ആപ്പ്. അത് വെച്ച് പഠിച്ചെഴുതിയതാ. എടാ ലോല നീ ഇതൊക്കെ പോയി. Sorry. So nice. See? It was such a. I wish I could be like him, so chill and you know things falling in. I wish. അന്ന് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയില്ലായിരുന്നോ? പോയിട്ട് പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. എടാ എന്നാലും നീ ഒറ്റക്കിരുന്നൊക്കെ പഠിച്ചെന്ന് പറയുമ്പോ അമ്മ അടുത്ത് പറയാണ്ട്.
നമ്മൾ ഒരുമിച്ചല്ലായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തത്. എന്നും വെച്ച് നീ പഠിക്കണം, നല്ലോണം പഠിക്കണം, എന്നാലല്ലേ വലിയ നിലയിലെത്ത്. സംഭവം നല്ല I'm continuously clapping. അയ്യോ 11 മണിക്കുമ്പോ അവിടെ So എത്തണം. happy. എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നെ. ബാ ബാ ബാ. Now George's the tube light will get on and then he'll also work hard and stuff like that. നിനക്ക് തുറക്കാൻ അറിയോ? ചേട്ടാ ഇതൊക്കെ പിടിച്ച് ചേട്ടാ ശരിയാക്കി തരാം വാ. നീ ഇതെങ്ങനെ തുറക്കാൻ പോണേ? ഞാൻ പോയിട്ടുള്ള സ്ലൈഡോ സേഫ്റ്റി പിന്നോ വാങ്ങിച്ചിട്ട് വരട്ടെ. ചേട്ടാ അതൊക്കെ സിനിമയിലല്ലേ നടക്കുള്ളൂ. ഇത് അടുക്കള വാതിൽ തുറക്കാല്ലേ. നമ്മുടെ മാർഗ ടൂള് വേറെ ഉണ്ട് കണ്ടാ. എന്താ സാധനം? ഇതാ ദോടാമ്പലെന്ന് പറയും, ചിലടുത്ത് സാസെന്നും പറയും. കഴിഞ്ഞ പ്രാവശ്യം ഊരിയെടുക്കാം. വാ ഇവിടെ നിന്നല്ലേ? പിടിച്ച് Are they gonna find the hiding place? നമുക്ക് ആദ്യം അടുക്കളയിൽ തന്നെ തപ്പി തുടങ്ങാം. Nice music. I like the score. ഞാൻ കാണാണ് നിങ്ങളുടെ വർക്ക്ഷൈറ്റ്. അപ്പൊ എന്താ ചെയ്യാൻ പോണ പറഞ്ഞെന്ന് കേക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു, ആ. ഡോർ നൈസായിട്ട് തുറക്കുന്നു, ആ. ലാപ്ടോപ്പ് ഇങ്ങ് എടുത്തോണ്ട് വരുന്നു. ആ അത്രേ ഉള്ളു. സിമ്പിൾ. അല്ല മച്ചാൻ പറയുന്നത് അത്ര സിമ്പിൾ അല്ല. അവന്മാർ കുറച്ച് പ്രശ്നക്കാരാ. അവന്മാർ അവിടെ ഇല്ലെങ്കിൽ ആ സാധനം എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അരിച്ച് പറക്കി സാധനം കണ്ടുപിടിച്ചോണ്ട് പുറത്തോട്ട് വരാം. പറഞ്ഞ മനസ്സിലായി, അരിച്ചു പെറുക്കണം അല്ലാണ്ട് See, he's so smart. Jeevan is so smart. Oh, I'm sorry. Francis is so smart. അരി വെച്ചിട്ട് വരരുത്. അല്ല ഇനി അഥവാ നിങ്ങൾ അതിനകത്തുള്ളപ്പോൾ ആരെങ്കിലും കയറി വന്ന നിങ്ങൾ എന്ത് ചെയ്യും? അതിനിപ്പോ എന്താ ചോദിക്കാണ്? വിളിച്ചിരിക്കും ഞങ്ങള്. ആ എവിടെ ഇരിക്കാൻ? ഇവൻ എന്തുവാണ് ഈ പറയുന്നത്? പുള്ളി ഉച്ചക്ക് ഊണ് കഴിച്ചിട്ടില്ല, അതിന്റെ ഒരു ടെൻഷനിൽ പുള്ളി അറിയാണ്ട് പറഞ്ഞു. എടാ സപ്പോസ് നിന്നെയൊക്കെ ആരെങ്കിലും പിടിച്ച്, എടാ പിടിക്കൂല, പിടിച്ച് സപ്പോസ് ആരുടെ പേര് പറയും? നിന്റെ പൊക്കളൂത്തി ഞാൻ പിക്കിളിടും നീ. എടാ ആ പൊട്ടന്റെ പേരെന്തായിരുന്നു? ഫ്രാൻസിസ്. ഫ്രാൻസിസ്. അല്ല കൃഷ്ണകുമാർ. ആ കിച്ചണകുമാർ KK അവന്റെ പേര് പറഞ്ഞാൽ മതി. ഇവിടെ നല്ല നിങ്ങൾ എവിടെ എന്തിനു പിടിച്ചാലും അവന്റെ പേര് പറഞ്ഞത്. നല്ല പാർട്ടിയാണ്. അപ്പൊ ആരുടെ പേര് പറയും? ഫ്രാൻസിസ്. കൂട്ടുകാരിയായിട്ട് ഞാൻ വന്നി. എടോ എന്ത് പേരാ പറയാ? KK. ഓക്കെ പോയിട്ട് വാ. അനുഗ്രഹത്തിനാണ്. വരകാണ്ട് ഒന്ന് വിളിച്ചോണ്ട് പോടാ. നല്ലൊരു കാര്യത്തിനുണ്ട് ഞാൻ കാല് പിടിക്കാൻ. ശ്രീമാറെ നമ്മൾ പിടിക്കപ്പെടുവാടാ. എടോ അനങ്ങി പോടാ. ഫോണാണ് കണ്ടില്ലേ പോണെന്ന്. വാ യവന്മാരത് എവിടെയാണോ പോയിട്ട് വെച്ചിരിക്കുന്നത്? ചേട്ടാ ചേട്ടാ Chetta, run. യവന്മാർ എത്ര പെട്ടെന്ന് വന്നോ? And they'll pick up that fake laptop. മറ്റേ ലാപ്ടോപ്പ് എടുത്തില്ല. അയ്യോ അത് സാരല്ലടാ, അവിടെ വയ്ക്കാൻ വേണ്ടി വന്നല്ലേ. അവിടെ ഇരുന്നോട്ടെ. നീ വാ. They'll just pick this up. മണ്ടന്മാരെ കേട്ടോ. വീട്ടില് വാതിൽക്കൊക്കെ ഉണ്ട് ലാപ്ടോപ്പ് വെച്ചേക്കുന്നത്. സിമ്പിൾ ടാസ്ക് ആയി കേട്ടാ. ഞാൻ കൊരങ്ങച്ചൻ മന്നുണ്ട്. നീ ഇപ്പൊ എന്തിനാ ഓടി? ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഓടിയതാ. ലാപ്ടോപ്പ് കിട്ടിയാ? എടാ പടയ അണ്ണാക്ക് പൊളിക്കല്ലേ, അവന്മാരെ എടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വരും. Serves you right. കണ്ടാ മോനെ, നമ്മുടെ പിള്ളേര് സാധനം പൊക്കിട്ട് വന്ന കണ്ടാ. ഇതങ്ങോട്ട് പിടിച്ചേ. Well done, my boys. Bye. അതൊക്കെ തന്നേക്ക്. നീ ഒരു സെക്കൻഡ് എടുത്ത. ഇതേതാ ലാപ്ടോപ്പ്? ഇതെന്താ ഇത്? എന്താണ്? എടാ ഇത് ഞാൻ കണ്ടില്ലടോ. അപ്പൊ ഇതിങ്ങനല്ലേ തുറക്കണം? നീയൊക്കെ ഇത് എവിടെ നിന്നാണ് എടുത്തിട്ട് വന്നേ? നിങ്ങൾ പറഞ്ഞ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന സാധനമാണ്. ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങള് ഫുള്ള് നോക്കി. എനിക്ക് ഇന്നാ ലാപ്ടോപ്പ് കിട്ടിയേ പറ്റൂ സീനെ. പൊന്നു മച്ചാൻ, എനിക്ക് ഇവനാണ് സംശയം. തന്നോട് അന്നേ പറഞ്ഞ വായ്പാണെന്ന്. ഞാനൊന്നുമല്ല. ഇവൻ അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. ഇത് അവന്മാർ 4 പേരുടെ കളിച്ച കളിയാ. ഇന്ന് അവന്മാർ വായിക്കത്ത് ബോംബ് എറിഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് ആ സാധനം എടുത്തേ പറ്റത്തുള്ളൂ. താനാ ബോംബ് എടുക്ക്. ഇന്ന് എന്ത് ദിവസമാണ്? ബുധനാഴ്ച. ഇന്ന് നടക്കൂല. ഇന്ന് ബോംബ് ഉണ്ടാക്കൽ നടക്കൂല. അതെന്ത് സീൻ? ബോംബ് എടുക്ക് സീനെ. അമ്മ വഴക്കുറി. അമ്മയുടെ ഞാൻ സംസാരിക്കാം. അമ്മയുടെ പേര് പറ. എടാ സീന. എടാ താൻ അമ്മയുടെ പേര് പറ. അതിന് ഇത്ര സീൻ എന്താ? എടാ സീന. എടോ താൻ അമ്മയുടെ പേര് പറ. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാന്ന്. എടോ സീന. ഇവന്മാരെ നിൽക്കുന്നതാണ് എന്റെ പ്രശ്നം. ഇതങ്ങോട്ട് മാറി. അമ്മയുടെ പേര്
സീന. ആ പേര് സീന. അച്ഛന്റെ പേര് ജോൺസീനാണോ? മച്ചാനെ ഇന്നലെ ലാപ്ടോപ്പ് കിട്ടിയേ പറ്റത്തുള്ളൂ. എടോ താൻ ടെൻഷൻ അടിക്കല്ലേ, നമുക്കിപ്പോ അങ്ങോട്ട് അവന്മാരവിടെ ഉണ്ടാവില്ലേ, ഇടിച്ച് അങ്ങോട്ട് പഴിപ്പിക്കുക. അപ്പൊ അവന്മാര് പറയും ലാപ്ടോപ്പ് അവിടെ ഉണ്ടെന്ന്. എല്ലാത്തിനും കൈയും കാര്യം ഞാൻ താൻ വണ്ടി എടുക്ക്. ഞങ്ങള് വരണ്ടല്ലോ. നിങ്ങൾ വിട്ടോ, ഞങ്ങൾ അറ്റൻഡ് ചെയ്തോളാം. ഞങ്ങൾ മുതലോട് വെക്കാം. എടാ 11:15 എവിടെ അവള്? ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ഇപ്പം വരും. 5 മിനിറ്റ് പോയിട്ട് ഒരു നിമിഷം പോലും അവൾക്ക് വേണ്ടി കാക്കാൻ പറ്റത്തില്ല. എടാ നീ ഈ ലോകത്തൊന്നും അല്ലേ, നിനക്ക് ഇത്രയായിട്ട് ഇത്രയും കിട്ടണം നിനക്ക് മനസ്സിലായില്ല. എടാ അവള് കൂടായിപ്പാണ്. എടാ ഞാൻ അവളോട് സ്ഥിരം സംസാരിക്കുന്നില്ലേ? ലോകത്തിൽ 6 സൗണ്ടിൽ വേണം സംസാരിക്കാനുള്ള ആപ്പുണ്ട്. പറഞ്ഞു കൊടുക്കണം അവരോട്. കാര്യമുണ്ട്, സൗണ്ട് മാറ്റം കുറെ ആപ്പ് ഇപ്പൊ ഉണ്ട്. Things are falling in place for Mahendra Lolan. I'll call him Lolan only. I got a job. Please let him get the girl also. എടാ കേരളത്തിൽ ഇതുപോലെ എന്തോരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് അറിയോ? എടാ മോനെ നീ കേൾക്കണം, പണ്ടൊരു ചിറ്റാപ്പന് ഇതുപോലെ ഒരു കോള് വരുമായിരുന്നു, തങ്കമണി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാറ്റ കേസാണ്. നീ ഇത്രയും മനസ്സിലാക്കിയോ? നീ കാരണം നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. എടാ പുലി നേരണി കണ്ടല്ല, എനിക്ക് 30 കുടിക്കടിക്കായിരുന്നു. ആ മനുഷ്യന്റെ ആപ്പാടുള്ള വരുമാനം നീ കാരണം കൂടി ഇല്ലാണ്ടാവുന്നു. ആ ബോധം നിനക്കണ്ട. എടാ നിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വരുമാനമല്ലേ? ഞങ്ങൾക്ക് ആ ബോധമുണ്ട്, ഇവരാ ബോധം വേണ്ടേ? പൊട്ടൻ. കഴിഞ്ഞ തവണ നീ അവളെ കാണാൻ പോയി ഓർമ്മയുണ്ടല്ലോ അല്ലേ? അയ്യോ അതുപോലെ ആകത്തില്ല, ഇത് നമ്മൾ 4 പേരില്ലേ? എന്റെ പൊന്നു മോനെ ലോല, ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം. അശ്വതി അച്ചു എന്നൊരു പെണ്ണ് ഈ ഭൂലോകത്തില്ല, ഇല്ല ഇല്ല. Lolita? She's here. Who's that? Please. Lolita? Oh! Isn't she an actor? I've seen her. She was there in a movie that I watched. The face. Wait. വരുമാനം നീ കാരണം കൂടി ഇല്ലാണ്ടാവുന്നു. She's a real person. എടാ നിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വരുമാനം I'm so happy for ഞങ്ങൾക്ക് ആ Lolan. ബോധമുണ്ട്, Yes. ഇവരാ ബോധം വേണ്ടേ? പൊട്ടൻ. കഴിഞ്ഞ തവണ നീ അവളെ കാണാൻ പോയി ഓർമ്മയുണ്ടല്ലോ അല്ലേ? അയ്യോ അതുപോലെ ആകത്തില്ല, ഇത് നമ്മൾ 4 പേരില്ലേ? എന്റെ പൊന്നു മോനെ ലോല, ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം. I've seen her somewhere. അശ്വതി അച്ചു എന്നൊരു പെണ്ണ് ഈ ഭൂലോകത്തില്ല, ഇല്ല ഇല്ല. Lolita? Wait, let me pause on her frame. I've seen her in a movie, I think. I am sorry, my memory might be a little foggy, but I've seen her in a movie. I'll find out. Let the episode be over. Lolita? Aww. Yes. So happy. Lolita. Faint. അയ്യോ ലോല, Lolita. എന്തു പറ്റി? ലോല, ഞാൻ ഇവിടെ ഉണ്ടോ? എനിക്ക് പേടിക്കണം, ഒന്നും പേടിക്കണ്ട. പേടിയാ? നീ എന്ത് പറഞ്ഞ? അശ്വതി ഫ്രോഡാണ്, ഉടായ്പാണ്. മോളെ ഇവൻ പറയുമ്പോ നീ ലോക ഉടായ്പാന്ന്. അയ്യോ കള്ളം പറഞ്ഞ കണ്ടടിച്ചാൻ പൊട്ടി. പറഞ്ഞില്ലേ ഇവൻ പറഞ്ഞില്ലേ? ഇപ്പഴല്ല, കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞു? അയ്യോ കുട്ടി, അത് അങ്ങനല്ല. ഇപ്പോഴത്തെ നാടിന്റെ അവസ്ഥയൊക്കെ കുട്ടിക്ക് അറിയാലോ. ഇവൻ ഓരോ ചതിക്കുഴിയും വീഴാണ്ടിരിക്കും ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള ശരിയാണ്. പക്ഷെ കുട്ടി വരുന്നതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്. Yeah, right. എനിക്ക് നിങ്ങളിൽ എല്ലാവരും അറിയാം. ശിവു, ശംഭു, ജോർജ്. ഇവനങ്ങനെ പെൺപിള്ളേരായിട്ട് അടുത്ത് ഇടപെടാറില്ല. He's a brahmachari. നമുക്കെന്നാ അങ്ങോട്ട് മാറിയിരുന്നാലേ? ഞാൻ കുറച്ച് പ്രൈവസി വേണം. ഓക്കെ, നമുക്കങ്ങോട്ട് He's got the job, he's got the girl. എന്തൊന്നും മിണ്ടാത്ത. ഇത്ര നാളും മിണ്ടല് മാത്രമല്ലേ ഉള്ളായിരുന്നു. ഇനി ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ. ഇനി നിന്റെ DP പൂമ്പാറ്റയുടെ ചിത്രശലഭത്തിന്റെ ഒന്ന് ഫോട്ടോ ഉണ്ട് കേട്ടോ. അതിന് പൂമ്പാറ്റ ചിത്രശലഭം ഒന്നുമല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് നിന്റെ പടം ഇട്ടാ മതിയെന്ന്. ഇനിയിപ്പോ നമ്മളുടെ ഫോട്ടോ ഇടാലോ. ഈ അച്ഛൻ എനിക്ക് നിന്നെ കണ്ടിട്ട് എന്ത് പറയണമെന്നറിയത്തില്ല. ജോർജിന്റെ മുഖം Oh wait, she was
She was one of the actors in Priest. That's what I was thinking. I'm sorry, I kept thinking where have I seen her? I think it's her only. Yes. I'll search after this. അത് കേട്ടാ മതി. എന്തല്ലേ ലോണിന്റെ ടൈം ബെസ്റ്റ് ടൈം ജോലിയുമായി പെണ്ണു Got a job, got a girl, yes. ജോലി കിട്ടിയാലും പറയുമ്പോൾ അച്ഛന് സന്തോഷമായി. അയ്യോ അതവളോട് പറയാൻ മറന്നുപോയി. ഷോ അവളെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി മൊത്തത്തിൽ. അതെനിക്ക് തോന്നി. അതോടെ പറഞ്ഞാലേ നേരിട്ട് കല്യാണത്തിലേക്ക് കിടക്കായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ലൈഫ് സെറ്റിൽ ആവുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. Oh wow. hello. I'm so Yeah, Shambhu excited here. for the movie. Okay, yeah, sea tracker. ഇംഗ്ലീഷ് Okay, I will think about it. Okay, please call me later. Am I right? Like the big like because last reaction I said that why isn't the big corporate giants, why aren't they asking Shambhu directly for the sea tracker if people are after it? Oh, yo, is that right? ആരായിരുന്നടാ? ഒരു IT കമ്പനിയാടാ. സീ ട്രാക്കർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം? അവർക്ക് സീ ട്രാക്കർ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ല മേടിച്ചാൽ കൊള്ളാന്ന് പറയുമ്പോ എത്ര രൂപയ്ക്ക് അത്? അവരൊരു 40-50 ലക്ഷം വെച്ചാ പറയണേ. 50 ലക്ഷോ? അല്ലടാ, അതിലും വിലയൊക്കെ കിട്ടും. പക്ഷെ എനിക്കിപ്പോ എന്തോ നിക്കാൻ നിനക്ക് എന്താ ചുമ്മാ കളിക്കല്ലേ? എടാ നമ്മുടെ 4 പേരുടെ ജീവിതം സെറ്റാണ്. നീ ഇത് പഴം പഴുകിയ പോലെ നിൽക്കുന്നത്. പുതിയ കളർ പുതിയ കുളിക്കാൻ കൊടുക്കണോ? ലൈഫ് സെറ്റ് ആണോ? എടാ നിന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പൈസ ചെല്ല്. ബാങ്കിൽ ഇട്ടയച്ചാൽ നമുക്ക് അതിന്റെ പലിശ വെച്ച് ജീവിക്കാടാ. എന്താണ് ആപ്പ്? പൊന്നളിയെ നീ ഓക്കെ പറ, നീ വിൽക്കത്. നമ്മൾ 4 പേരും പൊന്നളിയെ നീ ഒന്ന് സമ്മതിക്കടാ. സമ്മതിച്ച് നമുക്ക് സെറ്റ്. അന്ന് ശരിയല്ല, ഞാൻ വിൽക്കണമൊന്നുമില്ല. Oh yes. Beat them. Beat the crap out of them. താൻ എത്രയ്ക്കാണ് തുള്ളുന്നത്? വാമപ്പിയാണ് കൈയൊക്കെ തരിച്ചിട്ടും പാടില്ല. ഇവരെ കാണാൻ കൊന്നിട്ടാണെങ്കിൽ ലാപ്ടോപ്പ് എടുക്കണം. പണ്ടാരം. അതെ ചേട്ടാ, 4 പിള്ളേരെ ഇവിടെ ലോട്ടും കണ്ടോ? ഈ പൂക്കാവടി പോലെയൊക്കെ തലമുടിയുള്ള പക്ഷെ കിട്ടിയിരുന്ന അപ്പ് ഇടിക്കായിരുന്നു. കണ്ട അണ്ണ Beat them. Hurry, come on. അമ്പമ്പോ പൊട്ടണമെന്നുള്ളടോ, നല്ല ചവയൊക്കെ ഉണ്ട്. അടിച്ച് മതോന്മത്തനായിട്ടിരിക്കണാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ലോലിന് ശമ്പൊക്കെ ഭീകരന്മാരാന്ന്. ഇപ്പൊ എന്തായി? അവരെ കൊന്നിട്ടാണെങ്കിൽ ലാപ്ടോപ്പ് എടുക്കണം. ഇവിടെ ഇവിടെ നിന്ന് കഥയും കവിതയും പറഞ്ഞല്ല, നമുക്ക് നേരെ അങ്ങാട് പോവാം. Ho ho. Yes. Oh wow. Can't wait for the movie to drop. Let me stop this. Can't wait for the movie to drop now. Okay, I'll stop this. Oh yes, so happy. So George is the only poor soul left, but I know George's loop is also going to get closed in the movie. So is it going to release like 2021 this year or next year? What is the news on that? Okay, let's talk about the finale now. Okay, so I loved. Oh wait, before that, let me see the cast over here. Have they written it? Because I don't know if I feel I've seen her. I think she's the actor from Priest. Because I mean, I shouldn't be wrong, but I don't know if they've given the cast over here. Sabri, Shanu, Binoy, blah blah. Krishna Chandran, Nayan, they have not given the entire. I mean, for this episode, I know all these names: Jeevan, Arjun, Kiran. Okay, no problem. If I'm wrong, I'm really sorry. Please do let me know then who she was, because as far as I can remember the face, that's because I've recently watched Priest, so that's how it struck me. Anyway, so let's talk about the finale and all of the arcs and loops getting closed. I'm so happy that for these 4, particularly for these 4,
Lolan, let's talk about Lolan first. What a beautiful character. Beautifully, very beautifully written and so simple, doesn't care too much, lives a very chill life. And I'm so happy that he got his happy ending of meeting the girl and also getting a job. So he is a hardworking guy. He's gullible, but at least I'm so glad to see that he didn't get scammed when it comes to Ashwati Achu. So yes, I loved his arc, and I think out of all the 4 friends, he's the most adorable character for me. I mean, I totally understand why in the beginning when I reacted to the first few episodes, you guys told me that you were gonna fall in love with Lolan and I completely agree. I totally fell in love with the character. Absolutely fantastically written. I think Sabrish's innocence is what brought it to life, and the way he was delivering the dialogues and everything, I think he did complete justice. Like, I cannot right now even think anybody else playing Lolan. I think he was perfectly cast for this role. I'm really happy to see him act and see his arc throughout the series. Fantastic. I don't know what is going to happen in the movie, how he's going to handle his job and stuff like that. So let's wait for the movie. Then coming to George, I think George's arc is a little open-ended, where we really do not know if he has settled or not, because he is a BTech graduate and he wants to do something. So I don't know if in future if he's going to get a job or he's going to start his own business. But yes, his arc is a little bit sort of open-ended, which I'm glad because makes it more realistic. I know I'm such a big fan of this guy. I love all of them. In fact, I love all of them. I really like the way they act. They can really blend into so many different roles. And Anu, I feel, is very versatile in terms of blending into a serious character, a really comedy character, any kind of character. I feel Anu that way is extremely talented. Then coming to Shambhu, Anand, his name is Anand, right? So Shambhu also I loved, and I'm so happy that when I was thinking that why aren't the big IT and corporate companies, software companies buying his software or hiring him. So we know that has been happening in the background, and Shambhu knows the value. I'm so glad that he knows the value of his C tracker, and definitely that is going to have a conclusion. That arc is going to have a conclusion in the movie, where we see if he is selling it or starting his own business selling it. So let's see where that arc goes. Absolutely happy. I'm so satisfied to see Shambhu's arc. I think in terms of my own satisfaction of seeing an arc getting completed or sort of getting completed, I'm very happy with Shambhu, because like I've always said that he's so talented, he has so much brains. Why is he freelancing? So seeing that is making me very happy. Then comes Shibu. Shibu wants to open his own stall, and I think that is going to happen because Shibu is someone who is very who has his feet on the ground, who's very hard. He's like a total opposite of Lolan. Like Shibu and Lolan are two extremes, and he absolutely deserves to to settle down and have his own stall, because if that is what he wants to do, I think he will be able to do it because he's so hardworking. He knows his job. He has been earning for such a long time, so he knows. He's the practical guy, he's the sensible one. So yes, I loved how distinct all these 4 characters were. I loved all the four, and for me, but I'm so happy, like in terms of my personal satisfaction, I am so happy how Shambhu's arc ended. I was so happy when he got the call and we found out that people are after his, like the IT companies are after his tracker. So yes, that made me very happy. Let's see how the movie pans out. I am really excited to see whenever it is going to drop. I'm guessing they are going to drop it in the Karika Flick channel, or maybe this channel only. Let's see. That is for them to decide. That is for the owner and the founder Nikhil Prasad to decide. I don't know if he's the only one who's directing the movie or not. You guys will have that information.
In terms of the antagonists, I know I feel that now because all these three, Francis, KK and Scene Brito, they're gonna get bashed up by Hari, and that is going to make them team up again and take revenge on them. So yes, that concludes the reaction for the Tera Para series by Karikra season 1. I had a blast. Thank you so much for suggesting it to me. And now probably I'll look into a couple of sketches by them instead of a series, because there are many, single sketches that I have still not looked at and not reacted to. So yeah, the next Karikra reaction is going to be probably a sketch. Do let me know which one. I'll look into your comments and I'll probably decide which one I should react to next. And yes, that's my reaction for today. I hope you had fun rewatching this series with me, and I had fun watching and reacting and shooting my reaction for all of you. So yes, that's it from me. I'll sign off now and I will see you on my next video. Bye bye.